മൊബൈലിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ ഡിലീറ്റ് ആക്കി പോയിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് അതെങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും? റീസെൻ്റ്ലി ഡിലീറ്റ് ആക്കിയ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെ കിടക്കുന്നുണ്ടാകും. നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിലെ ഫയൽ മാനേജർ അത് ഏതുമാകട്ടെ, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ എടുക്കുമ്പോൾ അവിടെ റീസൈക്കിൾ ബിൻ അല്ലെങ്കിൽ ബിൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസെൻ്റ്ലി നിങ്ങൾ ഡിലീറ്റ് ആക്കിയ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അവിടെ കിടക്കുന്നുണ്ടാകും. ഏതാണ് വേണ്ടത് അവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് റീസ്റ്റോർ കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ 28 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അതിൽ നിന്നും തിരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്നും പെർമനൻ്റ് ആയിട്ട് അത് ഡിലീറ്റ് ആകും. അങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചെടുക്കാൻ സാധിക്കും? അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ടാകും. സെർച്ച് ഫോർ ലോസ്റ്റ് ഫോട്ടോസ്, സെർച്ച് ഫോർ ലോസ്റ്റ് വീഡിയോസ്, അതുപോലെ തന്നെ അതർ ഫയൽസ് ലഭിക്കില്ല. അത് പ്രോ വെർഷൻ ഉള്ളവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. നമുക്ക് ഫോട്ടോസ് വീഡിയോസ് മതിയല്ലോ. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ്. സെർച്ച് ഫോർ ലോസ്റ്റ് വീഡിയോസ് ആണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ അലോ ആക്സസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഒരു പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ഓഫിലായിരിക്കും ഉണ്ടാകുക, അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കും, അതിൻ്റെ ആവശ്യമില്ല, ഡോൺ അലോ കൊടുത്താൽ മതി. ഓക്കെ, ഇതാ കണ്ടോ, നിങ്ങളുടെ നഷ്ടപ്പെട്ട വീഡിയോസ് ഇവിടെ റിക്കവർ ആയിട്ട് വരികയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കുറച്ച് വീഡിയോസ് മാത്രമേ എൻ്റെ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ. കണ്ടോ, 91 വീഡിയോസ് എനിക്കിവിടെ തിരിച്ച് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഓക്കെ കൊടുക്കാം. ഇവിടെ കണ്ടോ, ഇഷ്ടം പോലെ വീഡിയോസ്, 91 വീഡിയോസ് എനിക്ക് നഷ്ടപ്പെട്ട് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? മൊത്തം വേണമെങ്കിൽ മൊത്തം ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ റിക്കവറി കൊടുത്താൽ മതി. അതല്ല, ഏതെങ്കിലും ഒരു 1-2 വീഡിയോസ് മാത്രം മതിയെങ്കിൽ അത് മാത്രം ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന റിക്കവർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ കാണിക്കും 3 ഓപ്ഷൻസ്. അതിൽ രണ്ടാമത്തെ നടുവിലുള്ള ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഗാലറി ഓപ്പൺ ആയിട്ട് ഏത് ഫോൾഡറിലേക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കും. ഞാൻ ഓൾറെഡി DCIM തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫോൾഡർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏത് ഫോൾഡറാണ് നിങ്ങൾക്ക് വേണ്ടത് അത് തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ DCIM എന്ന് തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിനുശേഷം യൂസ് ദിസ് ഫോൾഡർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. സെക്കൻഡുകൾ കൊണ്ട് ആ വീഡിയോ ഇതാ ഇവിടെ ഗാലറിയിൽ വന്നിട്ടുണ്ട്. അപ്ഗ്രേഡ് ഫോർ പ്രോ എന്ന് കാണിക്കുന്നുണ്ട്. നോ താങ്ക്സ് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഗാലറിയിൽ ആ വീഡിയോ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഗാലറി ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വീഡിയോസ് എന്ന ഭാഗത്ത് കണ്ടോ, ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഒരു പാട്ടിൻ്റെ വീഡിയോ ആണ്. ഞാനിപ്പം പാട്ടിൻ്റെ സൗണ്ടൊക്കെ കുറച്ചതാണ്. കണ്ടോ, ആ വീഡിയോ കൃത്യമായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഫോട്ടോസും റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അതിനായിട്ട് വീണ്ടും ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫോട്ടോസിൻ്റെ ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ അത് വേണ്ട, ഡോൺ അലോ കൊടുക്കുക. കണ്ടോ, ഫോട്ടോസ് നമുക്ക് റിക്കവർ ആയിട്ട് വരികയാണ്. ഫോട്ടോസ് ഒരുപാടുണ്ട്. നമുക്ക് എത്ര ഫോട്ടോസാണ് തിരിച്ച് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഞാൻ വീഡിയോ അല്പം സ്പീഡ് കൂട്ടുകയാണ്, അല്ലെങ്കിൽ വീഡിയോന് ഒരുപാട് ലെങ്ത് കൂടും. ഓക്കെ, എനിക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് 5505 ഫോട്ടോസാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഇത്രയും ഫോട്ടോസ് എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ തിരിച്ച് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഗാലറിയിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊത്തം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഏതെങ്കിലും ഒന്ന് മാത്രം മതിയെങ്കിൽ, അല്ലെങ്കിൽ ചിലത് മാത്രം മതിയെങ്കിൽ അത് മാത്രം ഇങ്ങനെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ റീകവറി എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നടുവിലുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ നമ്മൾ നേരത്തെ തിരഞ്ഞെടുത്ത ആ ഒരു വീഡിയോ കണ്ടോ, ഇവിടെ വന്നത് കാണാൻ സാധിക്കും. വീണ്ടും DCIM എന്ന ഫോൾഡറിൽ തന്നെയാണുള്ളത്. അത് തന്നെ മതിയെങ്കിൽ യൂസ് ദിസ് ഫോൾഡർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ആ ഫോട്ടോ ഇതാ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. ഇവിടെ നോ താങ്ക്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം നമുക്ക് അത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഇമേജിൻ്റെ സെക്ഷനിൽ ആ എയറോപ്ലെയിനിൻ്റെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ നിന്നും അബദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, ഞാൻ ഉപയോഗിച്ച് നോക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ഏകദേശം നഷ്ടപ്പെട്ട ഫോട്ടോസ്, വീഡിയോസൊക്കെ 80% നമുക്ക് തിരിച്ചെടുക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടുകൂടി സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.